ലഡാക്കിലെ വിവിധ സംഘടനകളും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ ചർച്ചകളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സമരക്കാർ. സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ മാപ്പ് പറയണമെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുമുള്ള ആവശ്യം ചില സംഘടനകൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളാണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് പോലും വഴങ്ങാതെ പിന്മാറി നിൽക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് പറയുന്നുമുണ്ട്. ചർച്ചയ്ക്കായുള്ള വാതിൽ തുറന്നു തന്നെയെന്ന്. ഒക്ടോബർ 6 ചർച്ചയ്ക്ക് മുൻപായി ഇന്ന് വിവിധ സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി പ്രാഥമിക ചർച്ച നടക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് ഇപ്രകാരം ഓരോ ആവശ്യം ഉന്നയിച്ച് ഇവർ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ സമരക്കാർ ഒരു തരത്തിലും അനുനയത്തിന് വഴങ്ങുന്നില്ല. ചർച്ചയ്ക്കുള്ള വാതിൽ കേന്ദ്ര സർക്കാർ തുറന്നിടുമ്പോഴും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്ത് ഇവർ നൽകിയിട്ടുണ്ട്. ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ അവിടെ നടന്ന ഈ കലാപകാരികൾക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ മാപ്പ് പറയണം. അത് മാത്രമല്ല, അതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കേണ്ടത്, അവിടുത്തെ ഒരു BJP ഓഫീസ് ഈ കൊടും ക്രിമിനൽ സംഘം കത്തിച്ചു. അവിടുത്തെ സർക്കാർ മന്ദിരങ്ങൾ മുഴുവൻ തീയിട്ടു. അവിടെ ഏതാണ്ട് 51 CRPF ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഈ ക്രിമിനൽ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിനുശേഷമാണ് അവിടെ ഈ വയലന്റ് മോബിനെ അടിച്ചമർത്തുകയുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ സന്ദർശിച്ച ശേഷം തിരിച്ചു വന്ന സോനം വാങ്ചുക്കാണ് ഈ കലാപത്തിന് തിരികൊളുത്തിയത്. കോൺഗ്രസ് അതിന് ഇന്ധനം പകരുകയും ചെയ്തു. അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്ര ഇടത് ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് ആളിക്കത്തിക്കുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ടും അവർക്ക് സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ല. ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ചർച്ചയ്ക്ക് പോകാതെ ഡൽഹിയിൽ പ്രസ് ക്ലബിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കും വിധം പത്രസമ്മേളനം നടത്താനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചത്. അതിൽ തീവ്ര ഇസ്ലാമിക കക്ഷികൾ ഉണ്ട്. കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ സജാദിനെ പോലെയുള്ള കൊടും ഭീകരർ ഈ വിഷയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഈ പാകിസ്ഥാനിലും പോയി, അതോടൊപ്പം ബംഗ്ലാദേശിലും ഒക്കെ പോയ ശേഷമാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. ബംഗ്ലാദേശും നേപ്പാളും പോലെ ഇന്ത്യയിൽ സംഭവിക്കണമെന്ന് പറഞ്ഞ കൊടും ക്രിമിനലാണ് സോനം വാങ്ചുക്ക്. ഇത്തരത്തിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഈ ലേ അപെക്സ് ബോഡിയും അതോടൊപ്പം തന്നെ കാർഗിൽ ഡെവലപ്മെന്റ് അലയൻസും ഇപ്പോഴും ഡെമോക്രാറ്റിക് അലയൻസും ഇപ്പോഴും രംഗത്തുള്ളത്. ഇപ്പോഴും സമാധാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഒക്ടോബർ 6 ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വേണമെങ്കിൽ ഇവർക്ക് പങ്കെടുക്കാം. ഇന്ന് മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. കശ്മീരികളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് ഇത്രയും നാളും പേടിച്ചരണ്ട് മിണ്ടാതിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതായത് പതിയെ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾ. ശരി ശ്രീകാന്ത്.